ഇക്ക പറഞ്ഞ പോലെ ഒപ്പത്തില് ഫോർ മ്യൂസിക്സ് അവര് 4 പേരായിരിക്കും, അവരുമായിട്ട് വലിയ കമ്പനിയായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്നോട് പറയാ ഒരു ലാലേട്ടന്റെ പടം കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും കണ്ട് വിളിക്കാം. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ എടാ നിനക്ക് പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്, ഓൾറെഡി ആ ഒരു പാട്ടുണ്ട്, അതിൽ തന്നെ ഇപ്പൊ 5 പേര് പാടിയിട്ടുണ്ട്. MG സാറ് ലാലേട്ടന്റെ പോർഷൻ പാടിയിട്ടുണ്ട്, പിന്നെ നജീം ഉണ്ട്, അൻവർക്ക് ഉണ്ട്, പിന്നെ ഫീമെയിലുണ്ട്. അപ്പോൾ ഓക്കെ എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, വ്യാപാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാട്ട് കേൾപ്പിച്ചു. അപ്പോൾ ഒരു സജിനി അതാണ് പാട്ട്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് പാടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്റെ വോയിസ് ഒന്നും കേൾക്കില്ല. ശരി എടാ അത്രേ ഉള്ളു. പിന്നെ അന്നൊരു കാര്യം ചെയ്ത് നോക്കട്ടെ, ലാസ്റ്റ് ഒരു ടച്ചിങ് ഒരു സംഭവം നടക്കാൻ പോകണ്ടല്ലോ, അവിടെ നിനക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു 45 സെക്കൻഡ് ഒരു റിതം പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും നീ കവാലിയും ഇതൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും പാടിക്കുന്നു. ഞാൻ ഒരു റൂട്ട്. അപ്പൊ പുള്ളി അത് അവിടെ പാടിക്കുന്നു തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു വാക്കെടുത്തിട്ട് ഓക്കെ സോണിയ 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 സജന, അത് ഒറ്റ ടേക്കിന് ഞാൻ പോലും അറിയാണ്ടൊരു സംഭവം ഇങ്ങനെ വന്നു. കുറെ തിങ്സ് ഒക്കെ ഉണ്ടായില്ലേ. അപ്പൊ അവര് കഴിഞ്ഞപ്പോ അടിപൊളി എന്ന് പറഞ്ഞു എല്ലാവരും നേരിട്ട് കയ്യൊക്കെ അടിച്ച്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു 40 സെക്കൻഡ് ഫുൾ ടൈം ലാലേട്ടനാണ്. അത് ഫുൾ ലിപ്പ് ചെയ്യണ ലാലേട്ടൻ. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ലെജൻഡ് നമ്മുടെ വോയിസിന് ചോട്ടാ മുംബൈയിലും ഇടക്ക് ഇങ്ങനെ വന്നുകൊണ്ട് പുള്ളി. പക്ഷെ ഈ ഒരു 45-50 സെക്കൻഡ് ഫുള്ള് എന്റെ ഏറ്റവും ഹെവിയിലേക്ക്, അതെന്ന് പറഞ്ഞാൽ ഹെഡ് വോയിസ് ഒരു അങ്ങനെ അങ്ങോട്ട് ഹെഡ് വോയിസ് എന്താണ് പറഞ്ഞത്. അതൊരു ഭയങ്കര സംഭവമാണ്. ഈ നിലവില് ഈ സിനിമകള് പല പാട്ടുകൾ ഇപ്പൊ ഇറങ്ങുന്നു. ഇപ്പം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്നും വലിയ പ്രായമൊന്നുമില്ല, എന്തായാലും പിന്നെ അത്ര പ്രായമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന പാട്ടുകളും അന്നത്തെ പാട്ടുകളുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? പിന്നെ സ്റ്റഡി ചെയ്യാറുണ്ട്. ഇപ്പൊ അറിയാലോ, ഇപ്പൊ നമ്മളെപ്പോഴും പഴയ പാട്ടുകളാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. ഇപ്പോഴത്തെ പാട്ടെന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയിൽ വന്നിട്ട് അങ്ങോട്ട് പോവും. പിന്നെ അതിലടക്കം നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞാനെപ്പോഴും ഒരു പഴയ പാട്ടിന്റെ ഫാനാണ്. ഇപ്പൊ സ്റ്റേജ് ഷോയിൽ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? അതൊക്കെ ഇപ്പൊ പുതിയ പാട്ട് നമ്മൾ പാടുമെങ്കിലും ആൾക്കാർ ഇപ്പൊ ആവശ്യപ്പെടുന്ന ഇപ്പൊ ശാന്തമി രാത്രിയിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം പഴയ പാട്ട്, ഇപ്പൊ തമിഴിലാണെങ്കിലും അഴകയിലില്ല തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. പുതിയ പടങ്ങളിൽ ഈ പാട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ അതുപാട് ഇപ്പം അങ്ങനെ പഴയതും പുതിയ പാട്ടുകളുണ്ട്, എങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ട് പഴയ പാട്ടുകൾ. ഒരു ആദ്യ സിനിമ പാടിയ ഇപ്പോൾ പറഞ്ഞു മണിയമ്പിള്ള രാജുചേട്ടൻ കയ്യിൽ വന്ന് ഒരു പേയ്മെൻറ്റ് തരുവാണെന്ന് പറഞ്ഞ് ഇത് ഇരിക്കട്ടെ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം വിപിന് പറയാൻ പറ്റും എനിക്ക് ഇത്രയാണ് പൈസ എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പറയുന്ന ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പുറത്ത് പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല, വിപിൻ പറയാറില്ല. ഒരിക്കലില്ല. ഞാൻ രണ്ടു ദിവസം ചോദിച്ചു വിപിനോട്, വിപിൻ അങ്ങനെ പൈസ പറയാറില്ല എങ്ങനെ? ഓക്കെ അല്ലേ, നിന്ന് വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ അപ്പം തന്നെ വരുവാണ്. നമ്മൾ ചിലവർ പറയും ഓ ഇന്ന് ഞാൻ എല്ലാ സ്ഥലത്തില്ല, പക്ഷെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. എന്നുവെച്ചാൽ അത്രയും പ്രിയമാണ് പാടാൻ വരാൻ നമ്മുടെ പാഷനാണല്ലോ. വർക്ക് ജോലി എന്നതിലുപരി പാഷനാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ വീട്ടിൽ, അപ്പോൾ എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു, സാധാരണ ഒരു ഷെഡായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഴ്സൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ ഗൾഫിൽ പോയിട്ട് സെറ്റാണെന്നുള്ള മൈൻഡിലാണ് ഇങ്ങനെ എന്ന്. അപ്പോൾ പിന്നെ 1-2 കല്യാണ പരിപാടിയൊക്കെ പാടിയപ്പോൾ ആൾക്കാരോട് അടിപൊളി നിന്റെ പാട്ട് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ചു എന്നാ പിന്നെ ഈ റൂട്ട് തന്നെ. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചു മോനെ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി രക്ഷപ്പെടാൻ പറ്റുമോ അറിയാലോ നമ്മുടെ അവസ്ഥയൊക്കെ. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അച്ഛൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും അതൊക്കെ. അപ്പൊ അറിയാലോ നമ്മുടെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ദൈവം തന്നൊരു കഴിവില്ല, ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് എറണാകുളത്തിലെ ട്രൂപ്പുകളിലും പാടാൻ തുടങ്ങി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.